കുമ്പളങ്ങിയിൽ പൊക്കാളി കൃഷിക്ക് പുതുജീവൻ. കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല തീർക്കപ്പണിയും സമഗ്ര പൊക്കാളി കൃഷി വികസന പദ്ധതിയും കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. പേൾസ്പോർട്ട് പാടശേഖരത്തിൽ ബ്രിട്ടോ ഏഴേഴത്തിന് ഞാറ് നൽകി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. രണ്ടാഴ്ച മുമ്പ് വിത്തുപാകിയ വിവിധ പാടശേഖരങ്ങളിൽ പക്ഷിശല്യം മൂലം വിളകൾ നശിച്ച സാഹചര്യത്തിലാണ് കരപ്പാടത്ത് ഞാറുകൾ പറിച്ചു നടന്നത്. സെന്റ് ജോർജ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും ഞാറ്റുവേല തീർക്കപ്പണിയിൽ പങ്കാളികളായി. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല തീർക്കപ്പണിയും സമഗ്ര പൊക്കാളി കൃഷി വികസന പദ്ധതിയും പേൾസ്പോർട്ട് പാടശേഖരത്തിൽ കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടോ ഏഴേഴത്തിന് ഞാറ് കൈമാറിയായിരുന്നു ഉദ്ഘാടനം. നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അരി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്നത് പോലെ ഈ വരുന്ന സാധനങ്ങളെല്ലാം ഇനി ഈ പറയുന്നത് പോലെ കൃഷിയിടങ്ങളിൽ ഉണ്ടായതാണോ, ഇനി അത് വേറെ എന്തെങ്കിലും കൊണ്ട് നിർമ്മിച്ചതാണോ എന്ന് നമുക്കാർക്കും അറിയില്ല. അങ്ങനെ പല വാർത്തകളും നമ്മൾ കണ്ടു. യഥാർത്ഥ അരിയോടൊപ്പം തന്നെ മറ്റു പല സാധനങ്ങളും അതിനോടൊപ്പം മിക്സ് ചെയ്തു, ഫൈബർ പോലുള്ള മിശ്രിതങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് വിടുന്നതെന്നൊക്കെ നമ്മൾ പല വാർത്തകളിലൂടെയും കണ്ടു. അപ്പോൾ അതിനെയെല്ലാം ആശ്രയിച്ചാണ് നമ്മൾ കഴിയുന്നത്. അപ്പം നമുക്ക് നല്ല പാടശേഖരങ്ങളുണ്ടായി, നല്ല കൃഷിയുണ്ടായി, അധ്വാനിക്കുന്ന കർഷകരുണ്ടായി, എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കൃഷിഭൂമിയെല്ലാം ഉണ്ട്, കൃഷിയില്ല, നമുക്ക് ആരോഗ്യമില്ല, നമുക്കെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നമുക്ക് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പലപ്പോഴായിട്ട് 4-5 യോഗങ്ങൾ കൂടിയതിനെ തുടർന്ന് ഏകദേശം 50 ഏക്കർ കൃഷിയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് കൃഷിഭവനുമായി ചേർന്ന് നമ്മൾ നടപ്പിലാക്കി. ഈ പാടശേഖരത്തിന്റെ പ്രത്യേകത വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി ചെയ്യാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പാകിയ വിത്താണ്. കാരണം ഇവിടെ നെൽക്കോഴിയുടെ ശല്യമുണ്ട്, കിളികളുടെ ശല്യമുണ്ട്, മറ്റെല്ലാ ശല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി പാകിയ നല്ല ഒന്നാം തരം വിത്താണ് ഇവിടെ പാകിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് ഞാറ്റുവേല തീർക്കപ്പണി എന്നുള്ള ഇതിലേക്ക് ഇന്ന് ഈ വിത്ത് പറിച്ചു നടന്ന ചടങ്ങാണ്. കഴിഞ്ഞ 7 വർഷമായി തരിശുകിടന്നിരുന്ന 5 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലാണ് പ്രത്യേകമായി നെൽവിത്ത് പാകി 20 ദിവസം പ്രായമായ ഞാറുകൾ തയ്യാറാക്കിയത്. ഇവ പറിച്ചു നട്ട് പൊക്കാളി കൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. കഴിഞ്ഞ വർഷം 4.5 ഏക്കറിൽ മാത്രമായിരുന്ന പൊക്കാളി കൃഷി ഈ വർഷം 50 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 4 ഘട്ടങ്ങളിലായി യോഗങ്ങൾ ചേർന്നിരുന്നു. ഇതിന്റെ ഭാഗമായി മണക്കൂർ, തെക്കുവടക്കൂർ, പുത്തൻകരി, ചൂടുകാട് തുടങ്ങിയ പാടശേഖരങ്ങളിൽ കൃഷിയിറക്കി. രണ്ടാഴ്ച മുമ്പ് വിത്തുപാകിയ വിവിധ പാടശേഖരങ്ങളിൽ പക്ഷിശല്യം മൂലം വിളകൾ നശിച്ച സാഹചര്യത്തിലാണ് കരപ്പാടത്ത് പ്രത്യേകമായി തയ്യാറാക്കിയ ഞാറുകൾ പറിച്ചു നടന്നത്. സമഗ്ര പൊക്കാളി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി വിത്ത്, വളം എന്നിവയ്ക്കൊപ്പം കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ മറ്റ് സഹായങ്ങളും ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി നൽകുന്നുണ്ട്. പൊക്കാളി കൃഷിയെക്കുറിച്ച് നേരിട്ട് പഠിക്കുന്നതിനായി സെന്റ് ജോർജ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും ഞാറ്റുവേല തീർക്കപ്പണിയിൽ പങ്കാളികളായി. ഇതോടനുബന്ധിച്ചുള്ള യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മാർട്ടിൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഗരറ്റ് ലോറൻസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജ്യോതി ജൂഡ്, ഗോപി കാരക്കോടത്ത്, ടെസി ജേക്കബ്, പഞ്ചായത്ത് അംഗങ്ങളായ അനഘ ജോസ്, ഷീല മാളാട്ട്, കൃഷി ഓഫീസർ ചാന്ദിനി SM, കൃഷി അസിസ്റ്റന്റ് വിനോദ് കുമാർ, സെന്റ് ജോർജ് UP സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് റോസ് ബീന, പഞ്ചായത്ത് അംഗങ്ങളായ ഷീല സേവ്യർ, പീറ്റർ ലാലൻ, ഷെർമി ജോഷി, TD സജീവൻ, ജാസ്മിൻ രാജേഷ്, ടോജി കോച്ചേരി, KS ആന്റണി, KV സാബു, ആനി ഫ്രാൻസിസ്, NN ഉത്തമൻ, ലിനി ലൈജു, മേരി ജിൻസ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പുതിയ തലമുറയെ കരുത്തരാക്കുന്ന വിദ്യാഭ്യാസം, അതാണ് മൗണ്ട് കാർമൽ കോളേജ് കറുകടം നൽകുന്നത്. നോ ഡൊണേഷൻ, യൂണിവേഴ്സിറ്റി ഫീ മാത്രം. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ശരിയായ ദിശ നൽകാൻ മൗണ്ട് കാർമൽ കോളേജ് കറുകടം.